ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വൈകിട്ട് ചായയൊക്കെ കുടിച്ചിരുന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും കൂടിയിട്ട് ഒരു ഓഫർ തന്നു. ഞങ്ങളുടെ ഇവിടെ നല്ലൊരു വയലുണ്ട്, തോടുണ്ട്, കുളമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഇത് ഈ മലയാണ് കേട്ടോ അതിലെ ഹൈലൈറ്റ്. അടിപൊളി വ്യൂ ആയിരുന്നു. ഞാനിതൊക്കെ കണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയം കൊണ്ട് അവർ കുറച്ച് മുന്നിലേക്ക് നടന്നു. എന്താണെന്നറിയില്ല, ഇപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാത്തതുകൊണ്ടായിരിക്കാം കാഴ്ച എനിക്ക് അങ്ങോട്ട് ബോധിച്ചു. അപ്പോൾ ഇതാണ് അവർ പറഞ്ഞ തോടിൻ്റെ ഒരു ഭാഗം. ഇനി കാണേണ്ടത് നമുക്ക് ആ കുളമാണ്. ഞാൻ പ്രതീക്ഷിച്ചു അത് ഭയങ്കര ചെറിയൊരു കുളമായിരിക്കും എന്ന്. എന്നാൽ എൻ്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് സാമാന്യം നല്ല വലിയൊരു കുളം തന്നെ ആയിരുന്നു. അപ്പോൾ കുളമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നോക്കിയിരിക്കുമ്പോഴാണ് അപ്പുറത്ത് പിള്ളേർ ചെളിയിൽ പാടത്ത് വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടത്. അപ്പോൾ കാണുമ്പോൾ സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും എനിക്കിതിനോട് വലിയ യോജിപ്പില്ല. മഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ദേഷ്യമുള്ളൊരു കാര്യമില്ല. അവരത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണം കേട്ടോ. കുറേ നേരം അത് നോക്കി നിന്നു. അപ്പം ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഒരാളിത് കുളത്തിലേക്ക് ചാടാൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. ഞാനത് പറഞ്ഞു തീരുന്നതും ആൾ ചാടുന്നതും ഒപ്പമായിരിക്കും. എന്താ പറയുക, നമ്മളിങ്ങനെ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ബും എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ചാട്ടമാണ്. നീന്താൻ അറിയുന്നവരുടെ ഓരോരുത്തരുടെ ഒരു പവറി സംഭവം. ആളത് ചെയ്യുന്ന കണ്ടപ്പോൾ നമുക്ക് സന്തോഷം തോന്നിയെങ്കിലും ഉള്ളിൽ ചെറിയൊരു വിഷമം. എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും പഠിച്ചാണ് 18 നോക്കിയതാണ് എന്നെ ഇത് പഠിപ്പിക്കാൻ. അനിയത്തി പഠിച്ചു, എന്നാൽ ഞാനത് പഠിച്ചില്ല. അപ്പോൾ അവരവരുടേതായ എഫേർട്ടൊക്കെ അടിപൊളിയായിട്ട് ഇട്ടു. ബട്ട് എൻ്റെ തെറ്റാണ്, ഞാൻ പഠിച്ചില്ല. ഇന്നതിൽ വല്ലാതെ ഖേദിക്കുന്നു. ശരിയാക്കിയെടുക്കാം എന്ന് പ്രതീക്ഷിക്കാം. എത്ര തന്നെ ആയാലും നമ്മൾ ഒരവസരം കിട്ടുകയാണെങ്കിൽ നീന്താൻ പഠിക്കണം. അത് ചിലപ്പോൾ നമ്മുടെ ലൈഫ് സേവറായിട്ട് മാറിയേക്കാം. ഡിപ്പെൻസ് ആണ്, ഓരോരുത്തർക്ക് വരുന്ന സിറ്റുവേഷൻ പോലെ ഇരിക്കും. ചിലപ്പോൾ നീന്തൽ അറിഞ്ഞുകൊണ്ട് ഒരു വെള്ളത്തിൽ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നീന്തി രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. എങ്കിൽ പോലും നമ്മളത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരാൾ കുളത്തിലിറങ്ങിയതിൻ്റെ അർമാദിക്കലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ ദൂരത്തേക്ക് നീന്തിപ്പോയി. ഇനി അവിടെ നിന്ന് ഇപ്പോൾ സിസ്റ്ററും കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മൂപ്പരാൾ പറയും, ചേട്ടാ കവുന്ന് കിടന്ന് മലർന്ന് കിടന്ന് നീന്തു. അപ്പോൾ അത് മലർന്ന് കിടന്ന് നീന്താണ്. അപ്പോൾ ഈ മലർന്ന് കിടന്ന് നീന്താന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ വലിയമ്മയുടെ മോളെ ഓർമ്മ വരും. ചേച്ചി ഇതുപോലെ ആളിങ്ങനെ സ്റ്റില്ലായിട്ട് കിടക്കും, മലർന്ന് സ്റ്റില്ലായിട്ട് കിടക്കും. അപ്പോൾ അവരുടെ വളപ്പിലൊരു കുളമുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുറേ കവുങ്ങുകളുണ്ട്. അപ്പോൾ അടയ്ക്കിടാൻ വന്ന ചേട്ടൻ, ആ ചേട്ടൻ ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ഡെഡായ ആളെ പോലെയാണ് കിടക്കുന്നത്. അത് കണ്ട് പേടിച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചു. അപ്പോഴാണ് അറിയുന്നത് ഇത് മൂപ്പരാൾ മരിച്ചതല്ല, ആളുടെ ഒരു സ്കില്ലാണെന്ന്. അപ്പോൾ എനിക്ക് ആൾക്കാർ ആരെങ്കിലും ഇങ്ങനെ മലർന്ന് നീന്തുന്ന കാണുമ്പോൾ എനിക്ക് ചേച്ചിയാണ് എപ്പോഴും ഓർമ്മ വരിക. അപ്പോൾ എന്താ പറയുക, ഓരോരുത്തർക്ക് അത് എൻജോയ് ചെയ്യണ ലെവൽ അത് ഭയങ്കര വലുതാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഒരാൾ അർമാദിക്കുവാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അമ്മാതിരി എൻജോയ്മെൻ്റാണ് ആ വെള്ളത്തിൽ. അപ്പം ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഇറങ്ങാൻ തോന്നും. പക്ഷെ ഒരു രക്ഷയില്ല, നല്ല ആഴമുള്ള കുളമാണ്. വഴിയെ പഠിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി ബൈ.